ഇതോടൊന്ന് കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും ചിക്കനുമായിട്ട് ഞാൻ ഇറങ്ങത്തില്ല. അതെന്താന്ന് വെച്ചാൽ അവസാനം വാങ്ങിയ ചിക്കൻ കുറെ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. കുറെ അല്ല, കുറച്ച്. അല്ല, ഇതിപ്പോ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എല്ല് മാത്രമേ ഉള്ളല്ലോ. അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഓരോ പ്രാവശ്യം ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ എല്ലില്ലാത്ത ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കും. അവസാനം വന്നിപ്പോ അതിനകത്ത് എല്ല് മാത്രമേ ഉള്ളൂ. അതിന്റെ കോലം കണ്ടിട്ടാണോന്ന് അറിയില്ല. എന്തായാലും വീട്ടിൽ ഇത് വെച്ച് ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഇത് വെച്ചൊരു ചിക്കൻ 65 ഉണ്ടാക്കാന്ന് വെച്ചു. ആ സുന്ദരമായ ചിക്കനിൽ ഉപ്പും വിനേഗറും വെള്ളം കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്നപ്പോ എന്നെ ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു. എന്റെ വീടിന്റെ കുറച്ച് ഇവിടെ അപ്പുറത്ത് തന്നെയാണ്. 2 കിലോ ചിക്കൻ വാങ്ങിട്ട് വരാനാ പറഞ്ഞു. അപ്പൊ പണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറഞ്ഞു വിട്ടാലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. അല്ല, അവിടെ ചെല്ലുമ്പോ ചക്ക മാങ്ങിയാവരുതല്ലോ. അങ്ങനെ ഇവിടുന്ന് 2 കിലോ ചിക്കൻ എന്ന് മനസ്സ് പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ആ കിലോ ഞാൻ അങ്ങ് വിഴുങ്ങി. അങ്ങനെ 2 കോഴിയായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഇതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. 2 കിലോ ബീഫ് എന്ന് പറഞ്ഞു വിടാൻ കാര്യമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ നമ്മുടെ ചിക്കൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകം, ഉപ്പും പിന്നെ കുറച്ച് തൈരും, വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ഇതും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് അരിപ്പൊടിയിലും കോൺഫ്ലവറിലും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ആകുമ്പോൾ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതുകൂടി ഇടാം. ഇതിന്റെ മണവും ടേസ്റ്റും എന്റെ സാറേ